അമേരിക്കൻ വിരുദ്ധ ചേരി കൂടുതൽ ശക്തമാവുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇറാനെ പൂർണ്ണമായി പിന്തുണച്ചും അമേരിക്കയും ഇസ്രായേലും രൂക്ഷമായി വിമർശിച്ചും ഉത്തര കൊറിയ രംഗത്തെത്തിയിരിക്കുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ കിം ജോങ് ഭരണകൂടം ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിയമവിരുദ്ധമാണെന്നും ലോക സമാധാനം തകർക്കുകയും ആഗോളതലത്തിൽ അസ്ഥിരത വർദ്ധിപ്പിക്കാനും ഇത് കാരണമാകുന്നു എന്നും ഉത്തര കൊറിയ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷേ ഈ നീക്കം കാരണമായേക്കാം. ഇറാനെതിരായ US ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിച്ചാണ് ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയാണ് കിം ജോങ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നിലപാടിനെ ലോകത്തിന് മുമ്പിൽ അറിയിച്ചിരിക്കുന്നത്. ഇറാനെതിരെ നടക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഉത്തര കൊറിയ ആരോപിക്കുന്നു. മേഖലയിലെ സമാധാനവും സുരക്ഷയും തകർക്കാൻ മാത്രമേ ഇത്തരം സൈനിക നടപടികൾ സഹായിക്കൂ എന്ന് കിം ജോങ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1973 മുതൽ ദൃഢമായ നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇറാനും ഉത്തര കൊറിയയും. അന്താരാഷ്ട്ര തലത്തിൽ ആയുധ പദ്ധതികളുടെ പേരിൽ ഇരുവരും ഉപരോധങ്ങൾ നേരിടുന്നുണ്ട് എങ്കിലും തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ ഇവർ ഒരേ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ പശ്ചിമേഷ്യൻ വിഷയത്തിലും അമേരിക്കൻ വിരുദ്ധ ചേരി ശക്തമാക്കുന്ന നീക്കങ്ങളാണ് ഉത്തര കൊറിയയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്ന ഈ പുതിയ ത്രിരാഷ്ട്ര സഖ്യം അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. റഷ്യക്കും ഇറാന്റെ പുതിയ നേതൃത്വത്തിനുമൊപ്പം ഉത്തര കൊറിയ കൂടി അണിനിരക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധമുഖം പുതിയ തലത്തിലേക്ക് മാറുകയാണ്. കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങാതെ സൈനിക സാങ്കേതിക സഹകരണങ്ങളിലേക്ക് ഈ സഖ്യം നീങ്ങിയാൽ ഇത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ തലവേദനകളാണ് സൃഷ്ടിക്കുക. Waytonikah.com, the exclusive Muslim matrimonial site.